രണ്ടാമതും എഴുതി മൂന്നാമത്തെ ഒരു പേരിലെന്തിനാ കൊത്തിവെച്ചത് അബൂബക്കറെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ വിഷയം തന്നെയാണ് പറയുന്നത്. പ്രവാചകന്റെ മതം പറയാൻ തെറ്റിദ്ധരിച്ചല്ല. ഇനി എങ്ങനെ തെറ്റാൽ രണ്ടൊന്നും തന്നെയായിരുന്നു. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഇല്ല നബിയെ, അങ്ങനെ ചെയ്തിട്ടില്ല, ഈ രണ്ട് വചനം തന്നെ എഴുതിയിട്ടുള്ളൂ. അല്ല അബൂബക്കറെ, നിങ്ങൾ ഈ മോതിരമൊന്ന് പരിശോധിക്ക്. പുണ്യ നബിയുടെ വിരലുകളിൽ നിന്ന് വീണ്ടും മോതിരമെടുത്ത് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ പുന്നാനബിയുടെ പേരിന്റെ താഴെ അതാ എഴുതി വെച്ചിരിക്കുന്നു അബൂബക്കറിന് മൂന്നാമത്തെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഇല്ലയാ റസൂലല്ലാഹ്, ഞാനങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടില്ല നബിയേ. അബൂബക്കർ അത് ചെയ്തിട്ടില്ല നബിയേ. മനുഷ്യ മഹാത്മത്തിന്റെ സകലമായ സവിശേഷതകളും സമഞ്ജസമായി സമന്വയിച്ച സാഗര പരപ്പ് പോലെയുള്ള സായൂജ്യ സാരഥ്യമേ, അങ്ങയുടെ പേരിന്റെ താഴെ ചെറുക്കന്റെ പേര് അബൂബക്കറിന്റെ പേര് ഞാൻ എഴുതിയിട്ടില്ല നബിയേ, ഇതെനിക്കറിയുന്നില്ല നബിയേ എന്ന് അബൂബക്കറിനെ സ്തുതി. നബി പറഞ്ഞു, ഉണ്ടല്ലോ ഇതിന് പേര്. കരയുകയല്ലാതെ അബൂബക്കർ തങ്ങൾക്ക് ഒരു മറുപടിയില്ല. അപ്പോഴാണ് സത്താകാശ ലോകത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ ദിവ്യബോധനവുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അബൂബക്കറിനോട് ദേഷ്യപ്പെടല്ലേ നബിയേ. അബൂബക്കർ നിരപരാധിയാണ് നബിയേ. ഇത് അബൂബക്കർ എഴുതിയിട്ടില്ല നബിയേ. പിന്നെ എങ്ങനെയാണ് ആ പേര് നിങ്ങളുടെ മോതിരത്തിൽ വന്നതെന്നറിയോ? അള്ളാഹുവിന്റെ കലിമ നിങ്ങൾ എഴുതാൻ ഏൽപ്പിച്ചപ്പോ മുത്തുനബിയോടുള്ള പ്രേമം കൊണ്ട് അള്ളാഹുവിന്റെ പേരിന്റെ താഴെ നിങ്ങളുടെ പേരെഴുതിയ ആളാണ് അബൂബക്കറിനെ സിദ്ദീഖ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൃഷ്ടിജാലങ്ങളിലെ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫാന്റെ പേര് വിട്ടുപോകാതെ സ്നേഹനിധിക്കൂടെ മഅ്സൂഖിന്റെ കൂടെ എഴുതി വെച്ച ആളാണ് അബൂബക്കർ. ഈ അബൂബക്കർ അങ്ങേയും സ്നേഹിക്കുന്നുണ്ട്, അങ്ങ് അബൂബക്കറിനെയും സ്നേഹിക്കുന്നുണ്ടല്ലോ നബിയേ. അങ്ങ് തന്നെയാണ് പറഞ്ഞത്, പുരുഷന്മാരിൽ അങ്ങേക്ക് ഏറ്റവും സ്നേഹമുള്ളത് ആകാശത്തിന് കീഴെ ആയിഷാന്റെ വാപ്പയോടാണെന്ന് നിങ്ങൾ തന്നെയല്ലേ നബിയെ പറഞ്ഞിട്ടുള്ളത്. ഈ സന്തോഷം കണ്ടിട്ട് സ്നേഹിക്കുന്നവരുടെ കൂടെ ചേർത്ത് വെക്കേണ്ട നാമധേയം താല്പര്യപ്പെട്ട അബൂബക്കറിന്റെ പ്രവൃത്തി കണ്ടിട്ട് സത്താകാശലോകത്തിന്റെ അപ്പുറത്ത് അള്ളാഹ് തൃപ്തി വന്നു നബിയേ. അതുകൊണ്ട് അള്ളാഹു എന്നോട് പറഞ്ഞു, ആ മോതിരത്തിന്റെ താഴെ അബൂബക്കർ പോലും അറിയാതെ അബൂബക്കറിന്റെ പേരെഴുതൂ എന്ന് എന്നോട് ഏൽപ്പിച്ചതാ നബിയേ. ഞാനാണ് അബൂബക്കർ അറിയാതെ പുണ്യ നബിയെ അങ്ങയുടെ പേരിന്റെ താഴെ അബൂബക്കറിനെ സിദ്ദീഖ് എന്നെഴുതിയത് ഞാനാ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിച്ച പ്രവാചകന്റെ പേര് എഴുതി വെച്ചപ്പോൾ അള്ളാഹു അംഗീകരിച്ചു. മുത്തനബി ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഇടാൻ പറഞ്ഞു, അള്ളാഹു അംഗീകരിച്ചു. ഈ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അത് എഴുതിയപ്പോ അബൂബക്കർ തങ്ങളുടെ സ്നേഹത്തെയും അള്ളാഹു അംഗീകരിച്ചു. അള്ളാഹു സ്നേഹിച്ചവരുടെ കൂടെ കൂടിയാൽ അവരെ അള്ളാഹു സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മയും സ്നേഹിച്ചു. നമുക്കോ മറ്റുള്ളവർക്കോ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് മഹാരഥന്മാരായ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് നമുക്കോ മറ്റുള്ളവർക്കോ തർക്കമില്ലാത്ത കാര്യമാണ് ആശയത്തിനൊപ്പം
അത് ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, മുജാഹിദാകട്ടെ, തബ്ലീഗാകട്ടെ, കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ് ശംസുൽ ഉലമായും കണ്ണീർ ഉസ്താദും അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച മഹാന്മാരാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശംസുൽ ഉലമ ഇപ്പോൾ മാധ്യമം വഴിച്ചോറിൽ എഴുതിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം പത്രങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ട് നെഹ്റുൽ മുജാഹിദിന്റെ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ ലേഖനം എഴുതിയിട്ടുണ്ട്. നമ്മിൽ നിന്നും മാറി ചിന്തിക്കുന്ന സുന്നി വിഭാഗത്തിലെ മറ്റൊരു വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അന്നും ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടെങ്കിലും മരിച്ചതിന് ശേഷം ശംസുൽ ഉലമ മഹാനാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, സമ്മേളനങ്ങളുടെ നഗരികളിൽ പേര് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഈ മാർഗത്തിന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്നത്. അല്ലാതെ അവരുടെ കൂടെ നമ്മൾ നിലനിർത്തുമാറാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം, എന്നിട്ട് ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരാം. ധാരാളം കണ്ണീർ ഉസ്താദിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ നൈർമല്യത സാഗരപ്പരപ്പ് പോലെ പരന്ന് പ്രവിശാലമായി കിടക്കുന്ന വലിയ ഇൽമിന്റെയും വറഇന്റെയും തവാളുവിന്റെയും വലിയ പണ്ഡിത മഹത്തുക്കളായിട്ട് പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിനയഭാവം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ജീവിതത്തിലൂടെ ആവിഷ്കരിച്ചൊരു മാർഗം. ഒരിക്കൽ വാഴക്കാട് അങ്ങാടി അവിടുന്ന് ബസ് ഇറങ്ങുകയാണ്. അതേ ബസ്സിൽ തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി രണ്ടാളുകൾ വന്നു. അവരിന്ന് ജീവിച്ചിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് കുറെ നേരം നടക്കണം കണ്ണീർ ഉസ്താദിന്റെ വീട്ടിലേക്ക്. നല്ല വെയിലുള്ള ഒരു മധ്യാഹ്നമാണ്, പകലാണ്. കൊട നിവർത്തി പിടിച്ചു കണ്ണീർ ഉസ്താദ് നടന്നു. ഈ രണ്ടുപേരും ഒപ്പം ഓടിച്ചെന്ന് സലാം പറഞ്ഞ് ഭവ്യതയോടെ വിനയത്തോടെ പിറകിൽ നിന്നു. വർത്തമാനം പറഞ്ഞു അവരങ്ങനെ നീങ്ങി. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വയോവൃദ്ധനായ കണ്ണീർ ഉസ്താദ്. ഇവർ കൊടയില്ലാതെ വെയിലും കൊണ്ട് പിന്നിൽ നടക്കുക. കുറച്ചു ദൂരം എത്തിയപ്പോ ഉസ്താദ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, കുട്ടികളെ, വലിയ അബദ്ധമാണല്ലോ ഞാൻ കാണിച്ചത്. പടത്തോനെ ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ. അവർക്ക് അത്ഭുതമായി, എന്താണ് ഈ പറയുന്നത്, എന്താണ് ഉസ്താദ്? അപ്പൊ കണ്ണീർ ഉസ്താദ് പറഞ്ഞു, നമുക്ക് ബസ് ഇറങ്ങിയ ഭാഗത്തേക്ക് തിരിച്ചു പോകാം. എന്താ പറഞ്ഞു വെച്ചത്? ഒന്നും മിണ്ടാതെ ആ വലിയ മനുഷ്യൻ ആയാസപ്പെട്ട് നടക്കുന്ന നട്ടുച്ച വെയിലില് തന്റെ കൊടയങ്ങ് ചുരുക്കി ബസ് ഇറങ്ങിയ ഭാഗത്തേക്ക് തിരിച്ചു നടന്നു. 15 മിനിറ്റ് തിരിച്ചു നടന്നു. ബസ് ഇറങ്ങിയ സ്ഥലത്തെത്തി. ഇവർക്ക് ചോദിക്കാനും ഭയമാണ്. അവിടെ എത്തിയപ്പോ കണ്ണീർ ഉസ്താദ് പറഞ്ഞു, മക്കളെ, ഞാൻ ഓർത്തില്ല നിങ്ങൾ എന്റെ കൂടെ നടക്കുമ്പോ വെയിൽ കൊണ്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ കൊട നിവർത്തി പിടിച്ച് നടന്നു, നിങ്ങൾ വെയിലത്ത് നടന്നു. എനിക്ക് വന്നുപോയോ, എനിക്കൊരു ലോകമാന്യം വന്നുപോയോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് നടന്ന ദൂരമത്രയും ഞാൻ തിരിച്ചു നടന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം പൊരുത്തപ്പെടണേ. കേരളത്തിലെ പണ്ഡിതന്മാരുടെ സിൽസില മുഴുവൻ കടന്നു പോകുന്നത് ഈ ജ്ഞാനഭൂഷണിലൂടെയാണ്. മഹാരഥന്മാരായ സാഗരപ്പരപ്പിന്റെ പോലെ വിശാലതയിൽ അഴിവിന്റെ വറവിന്റെ തത്വയുടെ പണ്ഡിതന്മാരുടെ കണ്ണി കടന്നു പോകുന്നത് കണ്ണീർ ഉസ്താദിലൂടെയാണ്. ആ മഹാനാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുമോ? ഞാൻ കൊട വിരിച്ചല്ലേ നടന്നത്. നിറഞ്ഞുപോയ കണ്ണുകൾ കണ്ട് തളർന്നുപോയ രണ്ടുപേര് പറഞ്ഞു, ഉസ്താദേ, എന്താണ് ഈ പറയുന്നത്? എന്താ നിങ്ങളീ പറയുന്നത്? ഞങ്ങൾ എന്തിന് പൊരുത്തപ്പെടണം? ഞങ്ങളത് ആലോചിച്ചിട്ടില്ല, അതാലോചിച്ചിട്ട് പോലുമില്ല ഉസ്താദേ. അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല ഉസ്താദേ. അപ്പോഴും കണ്ണീർ നിർബന്ധിച്ചു, പൊരുത്തപ്പെട്ടു എന്ന് നിങ്ങളൊന്നും പറ, പൊരുത്തപ്പെട്ടു എന്ന് നിങ്ങളൊന്നും പറ. അവർ വാക്കിന്റെ മുമ്പിൽ കുടുങ്ങിപ്പോയി പറഞ്ഞു, പൊരുത്തപ്പെട്ടു ഉസ്താദേ. അപ്പൊ കണ്ണീർത്തോട് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ എന്റെ കൊടയിൽ നിൽക്കണം, ഇനി നമുക്ക് മടങ്ങാം.
അപ്പോൾ അവർ പറഞ്ഞില്ല, നിങ്ങൾ നിൽക്കൂല. ഭവ്യതയോടെ അവർ മാറി നിന്ന് പ്രിയപ്പെട്ടവരെ ആര് നിൽക്കാൻ? കണ്ണിയത്തോടുകൂടെ ചേർന്നിരിക്കാൻ ആർക്കാ കഴിയുക? കണ്ണിയത്തോടുകൂടെ ഒപ്പം നടക്കാൻ ആർക്കാ കഴിയുക? ഔലിയാക്കന്മാർ ഞങ്ങളുടെ പിന്നിലാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പറയാറുള്ള ഔലിയാക്കന്മാർ നമ്മുടെ മുന്നിലാണ്, പിന്നിലല്ല. ആലിമീങ്ങൾ നമ്മുടെ പിന്നിലല്ല, മുന്നിലാണെന്ന് എന്നാ നമ്മളൊന്നും പറയാറുള്ളത്. അവർ പറഞ്ഞ് ഞങ്ങൾ കൂടെ നിൽക്കൂല. അപ്പൊ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാനാവുമോ? നട്ടുച്ച വെയില് വയോവൃദ്ധനായ കണ്ണിയത്തുസ്താദ് മുതൽ കൊടയങ്ങൾ ചുരുക്കി പിടിച്ചു പറഞ്ഞു, നിങ്ങൾക്കില്ലാത്ത ഒന്ന് ഇപ്പൊ എനിക്ക് വേണ്ട. എന്നിട്ട് കൊട ചുരുക്കി നടന്നു കണ്ണിയത്തുസ്താദ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞപ്പോ പല കണ്ണുകളും നിറഞ്ഞൊഴുകിയത്? ആ വലിയ മനുഷ്യനോടുള്ള പ്രണയം ഇപ്പോഴും നമ്മുടെ നെഞ്ചിരിക്കുന്ന വേദനയല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ MIC-യുടെ ഉദ്ഘാടന വേദിയിൽ റയീസുൽ മുഹദ്ദിഖീന്റെ തിളങ്ങുന്ന മുഖം അല്ലാഹു അവരോടുകൂടെ സ്വർഗ്ഗത്തിൽ വിളിച്ചു കൂട്ടുമാറാകട്ടെ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. ഒരാൾക്ക് പറയാൻ പറ്റുന്ന മുഅ്മിനീങ്ങളെ അവർ സ്വർഗത്തിന്റെ ആളാവില്ലെന്ന് പറയാൻ പറ്റുമോ? അവർ അല്ലാഹയെ സ്നേഹിക്കുന്ന ആളല്ല എന്ന് പറയാൻ പറ്റുമോ? അബൂബക്കർ തങ്ങൾ പുണ്യനബിയോടുള്ള അടക്കവയ്യാത്ത പ്രണയം കൊണ്ട് പേര് ചേർത്തെഴുതിയപ്പോ അള്ളാഹു പോലും ആകാശ ലോകങ്ങൾക്ക് അപ്പുറത്ത് സർട്ടിഫിക്കറ്റ് നൽകി ഇത് എഴുതി വെക്കേണ്ട പേര് തന്നെയാണ്. അള്ളാഹു പറഞ്ഞിട്ട് ജിബ്രീലിനെ കൊണ്ട് എഴുതിപ്പിച്ചു പരിശുദ്ധനായ തമ്പുരാൻ. മുഅ്മിനീങ്ങളെ, നമ്മുടെ കാലഘട്ടത്തിൽ പ്രവാചകനില്ല, സഹാബത്തില്ല. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാന്മാർ നമുക്ക് നേതൃത്വം നൽകി കടന്നുപോയ നമ്മുടെ ഈ മഹാന്മാർ തന്നെയാണ്. അവരെ നമ്മൾ എഴുതി വെച്ചത് മനസ്സിന്റെ ഉള്ളിലുണ്ട്. അവരുടെ മോതിരക്കല്ലിൽ നമ്മുടെ പേരെഴുതിയിട്ടില്ലെങ്കിലും, നമ്മുടെ മോതിരക്കല്ലിൽ അവരുടെ പേരെഴുതി വെച്ചിട്ടില്ലെങ്കിലും, നമ്മുടെ മനസ്സിന്റെ മാണിക്യ പ്രകാരത്തിൽ ഒരിക്കലും മായാത്ത ആ രൂപം പതിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തൊക്കെ ചീത്തവിളി കേൾക്കേണ്ടി വന്നാലും, എന്തൊക്കെ ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഇത് രാജ്യമാർഗം തന്നെയാണ് എന്ന അടിയുറച്ച ബോധം നമ്മുടെ മനസ്സിലുണ്ട്. അല്ലാഹു അത് നിലനിർത്തി പെരുമാറാകട്ടെ. എവിടെയും പ്രശ്നമുണ്ടാക്കുക എന്നത് നമ്മുടെ മാർഗമല്ല. യോജിപ്പോടെയും നിങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെ ശില്പഭദ്രമായ ഒരു ഐക്യം നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടായിരുന്നു. റാബിത്തത്തുൽ ആലമീൻ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറൽ ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ലോക മുസ്ലിങ്ങളിൽ നിന്ന് രണ്ടു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാണ്. ഒന്ന്, നിങ്ങളുടെ മദ്രസ സംവിധാനമാണ്. പെട്രോൾ ഡോളറുകൾക്ക് മുന്നിൽ അടയിരിക്കുന്ന അറേബ്യൻ രാജാക്കന്മാർക്ക് കഴിയാത്തത്, ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്തോനേഷ്യക്ക് ചെയ്യാൻ കഴിയാത്തത്, രണ്ട് ഹറമൈനി നിലകൊള്ളുന്ന മക്ക മുക്കറമയുടെ അധിപനായ രാജാവിനോ ചെയ്യാൻ കഴിയാത്തത്, മരുഭൂമിയെ വസന്തമാക്കി മാറ്റിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ രാജകുമാരൻ മാർക്ക് കഴിയാത്തത്. കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തില് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അതേ അഭിമാനത്തോടെ പറയാ, ഇത് മറ്റു ലോകത്ത് എവിടെയും ഇല്ലാത്ത സംവിധാനമാണ്. ഒത്തുപള്ളി സിസ്റ്റമുണ്ട് പല ഭാഗങ്ങളിലും. ഞാനത് ചർച്ചയിലേക്ക് പോകുന്നില്ല, സമയബന്ധിതമായി എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ശരീരത്തെയും മനുഷ്യരുടെ ഒക്കെ എന്ത് വാക്കണം, ഒക്കെ വിഷണമ്പോൾ തീരുമാനം ചാപ്പാടാണെങ്കിൽ ഇല്ലാതാണ് എന്റെ അറിവ്. ഭക്ഷണമുണ്ട്, അതിന് 3 നേരം വരുന്നില്ല. അപ്പൊ മുമ്പിനിങ്ങള് സഹോദരന്മാരെ, രണ്ടാമത്തെ ഒരു പ്രത്യേകതയായ വലിയ പണ്ഡിതൻ പറഞ്ഞത് മഹല്ല് ജമാഅത്തിന്റെ സംവിധാനമാണ്. ഇതുപോലെ ശില്പഭദ്രമായ ഒരു മഹല്ല് സംവിധാനമില്ല. എന്തിന് കേരളത്തിന് പുറത്തില്ല. ഉത്തരേന്ത്യയിൽ മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഒരു പ്രശ്നമുണ്ടായി. നിങ്ങൾ അറിയും, ഒരു തലാഖിന്റെ മസല വന്നു. നാട്ടുമൂപ്പന്മാർ ഫത്വ പുറപ്പെടുവിച്ചു. അവിടെ കുറച്ച് നാട്ടുമൂപ്പന്മാരാണ് ഇതിയൊക്കെ പറയാറുള്ളത്. ഭർത്താവ് അമ്മോ മരുമകളുമായി ഒരു അമ്മോന്റെ നവീത ബന്ധത്തിൽ ഏർപ്പെടുന്നു.
അപ്പോൾ തലാഖ് സംഭവിച്ചു എന്നാണ് ഇത് തത്വം. എന്ന് മാത്രമല്ല, ഈ മകന്റെ തലാഖ് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഈ ചങ്ങായി ഈ പെണ്ണിനെ കെട്ടണം എന്ന് പറഞ്ഞൊരു തത്വ കൊടുത്തു. കേരളം, ഇന്ത്യ മുഴുവൻ അത് വലിയ വിവാദമായി കത്തി. നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും നാട്ടുമൂപ്പന്മാരുടെ ഒരു സംവിധാനമാണുള്ളത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ജനറൽ ബോഡിയിൽ വെച്ച് തങ്ങളെ ഭരിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. പണമുള്ളവൻ അങ്ങനെയാകാം, രാലക്ഷണം കൂട്ടി വായിക്കാൻ കഴിയുന്നവരും അങ്ങനെയാകാം. കേരളത്തിന്റെ ഈ പ്രത്യേകത നമ്മുടെ ഈ സംവിധാനമാണ്. കാലക്രമേണ നമ്മൾ ഒരുപാട് ഈ സംവിധാനം ഉപയോഗിച്ച് വളർന്നു. ഒരു മഹല്ല് ജമാഅത്തിന്റെ ധാർമ്മിക നിലവാരത്തിൽ, വിദ്യാഭ്യാസ പുരോഗതിയിൽ, ആത്മീയ നിലവാര ഘടനയിലൊക്കെ വലിയ ശക്തിയായി വർദ്ധിച്ചത് നിങ്ങളാണ്, നമ്മളാണ്, മഹല്ല് ജമാഅത്തുകളാണ്. അല്ലാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറിയായ, പ്രസിഡന്റായ ഒരുപാട് ചിന്തകൾ ആകാൻ പറ്റാത്തവർക്ക് അപ്പൊ അസൂയ കൂടുതൽ. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു രോഗമാണ്. അയാൾക്ക് രാജ്യത്ത് പുറത്തു പോയാൽ പിന്നെ അയാൾ പുറത്തുണ്ടാക്കും. അത് നമ്മുടെ രോഗമാണ്. അപ്പോ ഇതൊക്കെ കേട്ടും സഹിച്ചും വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാതെ പള്ളിക്ക് മദ്രസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. അങ്ങനെ മനോഹരമായ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത കാലങ്ങളായി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഏതോ ഒരു ഉസ്താദ് പള്ളിയിൽ വരും, അയാൾ കുറെ ചെറുപ്പക്കാരോട് പരിചയമാവും. ആദ്യം പറയും നമുക്കോട് OMS ഉണ്ടാക്കുക. നല്ല അഭിപ്രായമാണ്. യുവാക്കൾക്കൊന്നും സഹകരിച്ച് മൂവ്മെന്റ് ഉണ്ടാക്കല, ഓഡിറ്റോറിയത്തിലൂടെ വരുന്നത്. അങ്ങനെ തുടങ്ങി. പിന്നെ ഇവര് പ്രതികരിക്കാൻ തുടങ്ങും. കമ്മിറ്റി സെക്രട്ടറി ശരിയില്ല, പ്രസിഡന്റ് ശരിയില്ല, കല്യാണം ശരിയല്ല, കമ്മിറ്റിക്കാർ ശരിയില്ല, അത് ഇത് അങ്ങനെയാണ്, നിക്കർവാദത്തിൽ അഴിമതിയാണ്, അങ്ങനെ തുടങ്ങും. നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. ഇതൊരു മൂവ്മെന്റിന്റെ തുടക്കമാണ്. ഇതൊരു വലിയ മൂവ്മെന്റിന്റെ തുടക്കമാണ്. OSF ഒന്നും അവരുടെ ലക്ഷ്യമേ അല്ല, അത് മാർഗം മാത്രമാണ്. പിന്നീടായിരിക്കും അത് മാറി വേറെ ആയി മാറുക. മഹല്ല് പോലും രണ്ടായ എത്ര സംവിധാനങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിന്റെ അർത്ഥത്തിൽ ചിന്തിക്കരുത്. ഞങ്ങൾ ചിന്തിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഞാനിപ്പോ പറയുന്ന അർത്ഥത്തിലല്ല. നമ്മളങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ മീറ്റിംഗിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുഴുവൻ ആക്ഷേപിച്ച് സംസാരിച്ചത് ഈ റേഞ്ചിന്റെ കീഴില്ല, അല്ലേ? ഈ റേഞ്ചിന്റെ കീഴില്ല ഉണ്ടായി. എന്താണ് ഈ തന്റെ ഇടം? എന്താണ് ഈ ദാർഷ്ട്യം? നമ്മുടെ കാക്കക്കാരനാണെന്ന തേങ്ങ ഇടുമ്പോ ഒരു നല്ല തേങ്ങ പള്ളിക്ക് കൊടുത്തു. കോഴി ഒരു മുട്ടയിട്ട അത് നല്ലൊരു മുട്ട നോക്കി പള്ളിക്ക് മാറ്റി വെച്ചു. അമ്മമാരുടെ കോന്തലയിൽ അരയണയും 2 അണയും ചേർത്ത് വെച്ച് കൂട്ടിച്ചേരുമ്പോ പള്ളിക്ക് കൊടുത്തു. ഭക്ഷണം ഇടുമ്പോൾ പാനിയിലേക്ക് ഒരു പിടി മാറ്റി വെച്ചു, എന്നിട്ട് ചോറ് വെക്കുള്ളൂ. അങ്ങനെ ചേർത്ത് വെച്ച പല തുള്ളി പെരുവെള്ളങ്ങളായിട്ടാണ് ഓരോ മഹലിലും സ്ഥാപനങ്ങൾ ഉണ്ടായത്. ഈ അടുത്ത കാലത്തന്നെ ഗൾഫ് സംവിധാനം ഉപയോഗിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഈ നാട്ടിലെ പാവങ്ങളായ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട് ഓരോ പള്ളിയുടെയും ചുമരിൽ മുഖം ചേർത്ത് വെച്ചാൽ മണക്കാൻ കഴിയും. അങ്ങനെ ഒന്നിച്ചുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം എന്തിനാണ് മുമ്പിനിങ്ങളെ നമ്മൾ തകരാൻ പോകുന്നത്? അപ്പൊ നമ്മൾ നന്നായി ചിന്തിക്കണം ഈ കാര്യത്തെ പോലും. ആർക്കും ഏതാശയം ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല. ഇതൊരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഉള്ള രാജ്യമാണ്. ആർക്കും എന്തും വിശ്വസിക്കാം. ദൈവമില്ലെന്നും ആർക്കും വാദിക്കാം. അതിനൊന്നും ആർക്കൂടെ വിരോധമില്ല. പക്ഷെ അതൊന്നും ഒരു മഹല്ലിന്റെ ഭദ്രമായ ഐക്യത്തിന് എതിരാകുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ചത് സമസ്ത കേരള ജമിയത്തുലമയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ സ്വാമി സാഹിത്യത്തിന് വേണമെങ്കിൽ പറയാം ഈ മതത്തിൽ സമസ്തകരല്ലാന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഏറെനാൾ വരെ അങ്ങനെ പറയില്ല, പണി പറയാം. കാരണം സമസ്ത വഹിക്കുന്നുണ്ട്, അതിനില്ല. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു സമസ്ത കോൺഗ്രസ് എടുത്തിട്ടില്ല. പിന്നെ ഈ സമസ്തയുടെ മദ്രസ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അംഗീകാരം സമസ്തയുടേതാണ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗങ്ങള്. അത് ചിലർ തെറ്റിദ്ധരിച്ച് നോക്കിയതിന്റെ സിമന്റ് വിദ്യാഭ്യാസം കൊടുത്തതാണ്. പിന്നെ പറയുന്നത് വീട്ടിൽ നിന്ന് കൊടുത്താണ്. നാട്ടിലെ എല്ലാവരുടെയും മുതലല്ലേ, ഓരോ ഉമ്മമാരുടെയും സമ്പത്തിന്റെ മുതലല്ലേ. അപ്പോ അത്രയാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് തകരാൻ നമ്മൾ ഒരിക്കലും കാരണമാകരുത്. ആർക്കും എന്തും വിശ്വസിക്കുന്നത് നമുക്കൊരാളുടെ എതിർപ്പില്ല, ഒരു വിരോധമില്ല. പക്ഷെ ഒരു മഹല്ലിന്റെ ഐക്യത്തെ തകരുന്ന രീതിയിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത് തതുലമായ നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രതയോടെ മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നിങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളുടെ മഹല്ലിൽ ജോലിക്ക് വരുന്ന എന്നെ പോലത്തെ ആളുകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം അവരെല്ലാം തന്ത്രവും പഠിച്ചിട്ടായിരിക്കും വരിക. മനോഹരമായി അവർ ഇടപഴകും.
ആർക്കും അദ്ദേഹത്തെ മാറ്റാനാവാത്ത വിധം ശക്തിയാർജിക്കും, പലതും ദിക്റുകളും ഒക്കെ സാധിക്കും, നല്ല കാര്യമാണ്. പക്ഷെ ഇന്നമല്ലാമാലും ഭിന്നീയ നന്മക്ക് വേണ്ടിയല്ല അതൊരു ദിക്റും സ്ഥാപിച്ചാലും അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഈ തോന്നുന്നില്ല എന്നല്ല കിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മുസ്ലിം കേരളത്തിന്റെ അഭിമാനകരമായ അസ്തിത്വബോധത്തിന് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിച്ച സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം. മഹാനായ കോയക്കുട്ടി ഉസ്താദാണ് ഇന്നതിന് നേതൃത്വം നൽകുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ആ വലിയ മനുഷ്യനെ? നമ്മുടെ പ്രദേശത്ത് ഒരുപാട് തവണ വന്നതല്ലേ? ഒട്ടേറെ തവണ അവര് സമ്മേളനത്തിനും ഞാൻ മുഖ്യ പ്രഭാഷകനുമായി പല നാടുകളിൽ പോയപ്പോ കാണുന്നൊരു കാഴ്ചയുണ്ട്. കാച്ചി ഉടുത്ത ഒരു കോറത്തുണി, മുട്ടിന് താഴെ ഇറങ്ങിക്കിടക്കുന്ന ഇസ്തിരിയിടാത്ത ഒരു നീലം മുക്കിയ യുദ്ധം, ഇങ്ങനെ സ്റ്റൈലൊന്നും കെട്ടാതെ വലിച്ചു കെട്ടിയ ഒരു തലയെക്കെട്ട്. അദ്ദേഹത്തിന്റെ കട്ടത്തിൽ എപ്പോഴും ഒരു കറുത്ത ഭാഗമുണ്ടായിരിക്കും. നോട്ടിന്റെ കെട്ടുകളല്ലേ അതിലുള്ളത്. അത് ഞാൻ ഒരു ദിവസം തുറന്നു നോക്കിയപ്പോൾ ഇൻഹേലർ കിടക്കുന്നുണ്ട്. ശ്വാസം വിട്ടാണ് ആ വലിയ പണ്ഡിതന്. എപ്പോഴൊക്കെ ഇങ്ങനെ വലിക്കും, ഒരു പല്ല് പോലുമില്ല. അതിന്റെ ഒരു ഇൻഹേലർ, ഒരു 10 വകയേട്, പിന്നെ ഒരു തസ്ബീഹുമാല, പിന്നെ കുറച്ച് ടാബ്ലറ്റുകൾ, മരുന്നുകള്. ഇതാണ് 35 ലക്ഷം ജനവിഭാഗങ്ങൾ കമല നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവിച്ചിരിക്കുന്ന മഹാനായ പ്രസിഡന്റ്. ഒരുപക്ഷെ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആളുകൾ നോക്കുന്നത് ഇപ്പൊ അതാണ്. എവിടെയാണ് മനോഹരിതയുള്ളത്? എവിടെയാണ് ഫ്ലെക്സിബിലിറ്റി ഉള്ളത്? എവിടെയാണ് ആർഭാടത്തിന്റെയും അലങ്കാരത്തിന്റെയും മനോഹരിതയുള്ളത്? അത് നോക്കിയിട്ട് നേതൃത്വത്തെ വിലയിരുത്തുന്ന ഒരു അധപ്പതനം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വലിയ മനുഷ്യൻ ജീവിക്കുന്നത്. ആരാണ് അദ്ദേഹം? കേരളത്തിലെ അദ്ദേഹം ഭൂഖണ്ഡാന്തര യാത്ര നടത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അഭിമാനപുരസ്സരം ചേർത്ത് വെക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാൾ സഞ്ചരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. നമ്മളൊക്കെ സഞ്ചരിക്കാറുണ്ട്. ഒരാൾ ഉയർന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന് ഒരു വിരോധവുമില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഖൈറാണെങ്കിൽ നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ഖൈറാണെങ്കിൽ നൽകിക്കോട്ടെ. പക്ഷെ അതാണ് ക്വാളിറ്റി എന്ന് തെറ്റിദ്ധരിക്കരുത്. അതാണ് യോഗ്യത എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഈ മനുഷ്യൻ 10,000 പള്ളി മദ്രസകളിൽ ദിക്ർ സ്ഥാപിച്ചിട്ടുണ്ട്. ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖ് മുറബ്ബിയ തപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ത്വരീഖ സ്വീകരിച്ച മഹാന, ബുഖാരിയിൽ അന്തരിച്ചം കൊള്ളുന്ന അസ്സയ്യിദ് ഹിബത്തുല്ലാഹി ബുഖാരി ആ മഹാനിൽ നിന്ന് ത്വരീഖ സ്വീകരിച്ച മഹാന. ഖാദിരിയ നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന സയ്യിദ് ഹാമിദ് കോയമ്മ അൽ ബുഖാരി സാഹിലിയിൽ നിന്ന് ത്വരീഖ സ്വീകരിച്ച മഹാനാണ്. സമസ്തയുടെ ഇന്നത്തെ നേതൃത്വം ഭരിക്കുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ്. ഓതാൻ പോയപ്പോ 13 വയസ്സുകാരനായ ബാലൻ പൊന്നാനി ജുമാ മസ്ജിദിൽ ചെന്നൊക്കെയാണ്. ആരാണ് അവിടെ ഇരിക്കുന്നതെന്നറിയുമോ? സൂര്യ തേജസ്സാർന്ന ഒരു മഹാപണ്ഡിതൻ, മെലിഞ്ഞു നിൽക്കുന്ന ഈ കറുത്ത ബാലനോട് റഈസുൽ മുഹഖ്ഖിഖീൻ ചോദിച്ചു, എന്താണ് അതിന്റെ പേര്? സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചോദ്യം ഈ വലിയ മനുഷ്യന് കേട്ടാൽ ആരും ചൂളിപ്പോകും. അതാണ് റഈസുൽ മുഹഖ്ഖിഖീൻ. പക്ഷേ ഈമാൻ ആ കാലത്ത് തന്നെ പ്രകടിപ്പിച്ച ആ കുട്ടി ധൈര്യത്തിൽ എന്ന വിനയത്തിൽ പറഞ്ഞു, എന്റെ പേര് കോയക്കുട്ടി എന്നാണ്. അപ്പോൾ കണ്ണിയത്തൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, കോയക്കുട്ടി എന്നൊരു പേരോ? കോയക്കുട്ടി എന്നൊരു പേരോ? അപ്പോൾ ആ ബാലൻ പറഞ്ഞു, ഉസ്താദ്, കോയക്കുട്ടി എന്നുള്ള പേര് കണ്ട പ്രശ്നം ഇത് ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖ് മുറബ്ബി ഫാറൂഖിലെ ഫഖറുദ്ദീൻ സയ്യിദ് ഫഖറുദ്ദീൻ ഖാദിരി തങ്ങളുടെ പേര്, കോയക്കുട്ടി തങ്ങളുടെ പേര്, ഫഖറുദ്ദീൻ കോയക്കുട്ടി തങ്ങളുടെ പേര്. ആ മറുപടിയിൽ സന്തോഷിച്ചു റഈസുൽ മുഹഖ്ഖിഖീൻ. ആ ചെറിയ കുട്ടിക്ക് അതിനെപ്പോൾ കുറിച്ച് ബോധമുണ്ടായിരുന്നു എന്നതുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ നിന്നോ. അദ്ദേഹം തന്നെ ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞു, രാത്രി പിണ്ണാക്കാണ് തിന്നാൻ തരിക. പിണ്ണാക്ക്, യാ അല്ലാഹ്, നമ്മളൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ്. പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കൊടുക്കും. ചെലവിന് പോയ വീട്ടുകാര് അത് തിന്നണമത്രേ. ഉച്ചക്കാണത്രേ ഇത്തിരി ചോറ് കിട്ടുക. പക്ഷെ കണ്ണിയത്ത് ഉസ്താദ് പറയാൻ, കണ്ണിയത്തോർക്ക് എന്നോട് ഇത്തിരി താല്പര്യമുണ്ടായിരുന്നു. അവരെന്നോട് ഉച്ചക്ക് ചോറ് തിന്നാൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഉസ്താദിന്റെ ബാക്കി ഭക്ഷണം എനിക്ക് വാർത്തി വെച്ചു. ഒരു ചെറിയ കുട്ടി
കണ്ണിയെട്ടുന്ന ദീർഘദർശിയായ മഹാപണ്ഡിതനറിയാം, കാലം കാത്തുവച്ച ക്രാന്തദർശിയായ ഒരു മഹാപണ്ഡിതനാണ് തന്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന കുട്ടി എന്ന് ആ വലിയ മനുഷ്യൻ അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പഠിച്ചു വളർന്നു. ബാക്കിയാത്തിലേക്ക് പോകേണ്ട കാലമായപ്പോ കണ്ണിയത്ത് പറഞ്ഞു, നിങ്ങൾ ബാക്കിയാത്തിലൊന്നും പോകണ്ട. ബാക്കിയാത്തിൽ പോകുന്നത് എന്തിനാ? ബിരുദമെടുക്കുന്നത് എന്തിനാ? അത് ജനങ്ങളുടെ മുന്നിലുള്ള ഒരു സമ്മതിയാണ്. അതുകൊണ്ടാണല്ലോ ബിരുദമുള്ളവരെക്കാൾ ജ്ഞാനമുള്ള ബിരുദമില്ലാത്ത ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നാലും ആളുകളുടെ കോൺസെപ്റ്റിൽ ഒരു ബിരുദമുണ്ടാകുമ്പോ അതാണ് പാണ്ഡിത്യത്തിന്റെ ഒരു ഭൗതിക യോഗ്യതയായി കാണുന്നത്. പക്ഷേ റഈസുൽ മുഹദ്ദിസീൻ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, ദർസ് നടത്ത്. മലപ്പുറത്ത് ഒതുക്കുന്നതിൽ അവര് 18ാമത്തെ വയസ്സിൽ ദർസ് നടത്തി. ഓർത്തു നോക്ക്, 18ാമത്തെ വയസ്സിൽ നമ്മളെവിടെ പഠിക്കുന്നത്? 18ാമത്തെ വയസ്സിൽ 72 കുട്ടികളാണ് വീഴ്ച മുളക്കാത്ത, താടി വരാത്ത ഈ ചെറിയ കുട്ടി ചെറുക്കന്റെ മുന്നിൽ ഇരുന്ന് ദർസ് പഠിക്കാൻ വന്നത്. മലബാറില്ലാത്ത കാട്ടുതീ പോലെ പറന്നു ആളുകൾ ഒഴുകിയെത്തി ആ പള്ളിയിലേക്ക് ചെറിയ മുദരിസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. മുദരിസിന്റെ വാപ്പായുടെ പ്രായമുള്ളവർ ഓതാനിരിക്കുകയാണ് മുമ്പിൽ. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അത് അങ്ങനെ പടിപടിയായി ആത്മീയമായി മറ്റർത്ഥത്തിലും വളർന്ന മഹാനാണ് കോയക്കുട്ടി ഉസ്താദ്. നിങ്ങൾ ആലോചിക്കൂ, ഈ നേതൃത്വത്തിന് പിഴവ് പറ്റിയിട്ടില്ല, ഈ നേതൃത്വത്തിന് പിഴവ് സംഭവിച്ചിട്ടില്ല. ചെറുശ്ശേരി ഉസ്താദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫക്കീറുകളിൽ ഏറ്റവും പ്രഗത്ഭനാണ്. ശംസുലുലമ നേരിട്ട് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വലിയ മനുഷ്യനാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് എന്ന് പറയുന്ന ആൾ. രണ്ടാൾക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഈ പാരമ്പര്യത്തിന്റെ മങ്ങാത്ത കണ്ണിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നാളിന്ന് വരെ അതിന്റെ ചരിത്രം തുറന്ന പുസ്തകം പോലെ മുന്നിൽ ചിതറിക്കിടക്കുന്നുണ്ട്. ആ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SKSF എന്ന് പറയുന്ന സംഘടന. അതിന്റെ യുവജന പ്രസ്ഥാനമാണ് സുന്നി യുവജന സംഘം. അതിന്റെ മഹല്ല് സംഘടനയാണ് സുന്നി മഹൽ ഫെഡറേഷൻ. അതിന്റെ അധ്യാപകരുടെ സംഘടനയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. അതിന്റെ മദ്രസ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് സുന്നി ബാലവേദി. അതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയാണ് MBA എന്ന് പറയുന്ന സംഘടന. അതിന്റെ മുദരിസുമാരുടെ സംഘടനയാണ് ജംഇയ്യത്തുൽ മുദരിസീൻ. അതിലെ ഖത്തീബുമാരുടെ സംഘടനയാണ് ജംഇയ്യത്തുൽ ഖുതബാ എന്ന് പറയുന്ന സംഘടന. അതിലെ മുഫസ്സിമാരുടെ സംഘടനയാണ് ജംഇയ്യത്തുൽ മുഫസ്സിൻ എന്ന് പറയുന്ന സംഘടന. ഇതൊക്കെ അവരുടെ രംഗത്ത് സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനകളല്ല. ഓരോ സംഘടനയും അതിന്റെ ഭാഗതയെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്തയുടെ ഊന്നുവഴി എന്ന് കാലം കാത്തുവച്ച മഹാനായ ശംസുൽ ഉലമയുടെ നാവിൽ നിന്ന് വാർന്നു വീണ അക്ഷരമാണ് SKSF എന്ന് പറയുന്ന സംഘടന. അതിന്റെ പ്രയാണ രീതിയിൽ 25 വർഷങ്ങൾ പിന്നിടുകയാണ്. എന്തുകൊണ്ടാണ് സമസ്തയുടെ അത്ര പ്രായം അതിലില്ലാത്തത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും. അതിനതിൻ്റെതായ ചരിത്ര കാരണങ്ങളുണ്ട്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിൽക്കേണ്ടതുകൊണ്ട് 90-കൾക്ക് മുമ്പുണ്ടായ ആ അവസ്ഥയിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. കാരണം ഈ സംഘടനയുടെ പിറവിക്ക് പോലും കേരളത്തിൽ സാക്ഷ്യം വഹിച്ച മണ്ണിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ദേശമംഗലത്തുകാർക്ക് തയ്യാറത്ത് നാളോളം അഭിമാനത്തോടെ പറയാൻ കഴിയും. ദേശമംഗലം എന്ന് പറയുന്ന ഈ മഹലിന് മാത്രമല്ല, നമ്മുടെ ഈ റേഞ്ചിൽ ഉൾക്കൊള്ളുന്ന ഈ വലിയ പ്രദേശത്തിന് പറയാൻ കഴിയും. 89-ലെ കലുഷിതമായ ചുറ്റുപാടിൽ സമസ്തയുടെ നേതാക്കന്മാർ വന്നു ചേർന്നത് മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സിലായിരുന്നു. അവർക്ക് ആദിത്യം അരുളിയത് ഇന്ന് നിങ്ങൾക്ക് സ്വാഗതം അരുളിയ TS മമ്മി സാഹിബ. അദ്ദേഹത്തിന്റെ ഫയലിൽ ഇപ്പോൾ വിശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ സംഘടനയുടെ അതിന്റെ കരട് രൂപത്തിൽ ഉണ്ടായിരുന്ന അഷ്റഫ് ഫൈസി ജനറൽ സെക്രട്ടറിയായ അതിന്റെ കരട് രേഖയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ സംഘടനയുടെ ജീവാഭാവം സംഭവിച്ച മണ്ണിലേക്കാണ് അതിന്റെ പിറവിയുടെ 25ാം വാർഷികത്തിന്റെ മഹാസമ്മേളനം നടന്നു കയറാൻ പോകുന്നത്. 25 ലക്ഷം ജനങ്ങൾ സംഗമിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന് കുറ്റിപ്പുറം പാലത്തിന്റെ ഇപ്പുറം മലബാർ വിട്ടിട്ട് തെക്കൻ ജില്ലയിലേക്ക് സമസ്തയുടെ സമ്മേളനങ്ങൾ വരാറില്ല. അത് കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡും കിടന്ന് കറങ്ങാറാണ്. നമ്മൾ അങ്ങോട്ടാ പോകാറുള്ളത്. ഇതാ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയായ നമ്മുടെ തിരുമുറ്റത്തേക്ക് അതിന്റെ മഹാസമ്മേളനം വരികയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങൾ ഒഴുകിയെത്താൻ പോവുകയാണ്. ഫെബ്രുവരി 22-ാം തീയതി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രവിശ്യകളിൽ ഞങ്ങൾ പര്യടനം നടത്തിയപ്പോൾ 3 ഫ്ലൈറ്റുകൾ ഇതിനകം അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു.
ലക്ഷദ്വീപിൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയിരുന്നു. അവിടെയുള്ളവർ കപ്പൽ പോലും ബുക്ക് ചെയ്തു. എന്തോ ഒരാവേശമാണ്. ഞാനിത് വെറുതെ പറയില്ല, കൃത്യമായ എന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. ആവേശം പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. 25ാം വാർഷികം എന്ന് പറയുമ്പോ അത് കേവലം ഒരാൾക്കൂട്ടത്തിന്റെ സംഘാടനമല്ല, കേവലം കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടലല്ല. ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ട്. SKSSന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പ്രഗത്ഭരായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഞാൻ പേര് പറയാതെ പറയട്ടെ. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതിൽ പണ്ഡിതന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ചിന്തകന്മാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, അതിൽ സാധാരണക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു നേതൃത്വം 8 മാസങ്ങളായി നിരന്തരം ചർച്ച ചെയ്തും തർക്കിച്ചും സംവാദം നടത്തിയിട്ടും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായ ഒരു രൂപമാണ് സമ്മേളനത്തിന്റെ പ്രാരൂപം എന്ന് പറയുന്നത്. 4 ദിവസങ്ങളിൽ ആളെ കൂട്ടിയിട്ട് കാന്തപുരത്ത് തെറി പറയാനല്ല ഈ സമ്മേളനം ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിലും അത് നമ്മുടെ അജണ്ടയിൽപ്പെട്ട കാര്യവുമല്ല. പകരം ഭാവിയിലേക്ക് ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ക്രിയാത്മകമായ ഒരു സ്ക്രീനിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചടുലമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. കേവലം മഹല്ലുകളിൽ ഒരാട് വിതരണം നടത്തുന്നു എന്നതിനപ്പുറം നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. ചൈൽഡ് ടു റിവൈവ് എഡ്യൂക്കേഷൻ നോട്ടിലെ എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രെൻഡ് വമ്പിച്ച പ്രവർത്തനങ്ങൾ ഇതിനകം നടത്തി കഴിഞ്ഞു. ജമാഅത്തുകാരൻ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന്. ആലുവായിലെ RSSന്റെ ഒരു പഠന ശിബിരത്തിൽ അവർ ചർച്ച ചെയ്തു. അവർ പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് NDF-നെ അല്ല. പുറത്തേക്ക് അങ്ങനെയാണല്ലോ പറയാറുള്ളത്. NDF നമുക്ക് ഉപകാരമാണ്. RSSകാർ പറയാ NDF നമുക്ക് ഉപകാരമാണ്. എന്തുകൊണ്ട്? അവരുടെ പ്രവർത്തനം വഴി നമ്മുടെ യുവാക്കൾക്ക് ഊർജമുണ്ടാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും കേരളത്തിലെ ഒരു മതവിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ്. ഏതാണത്? അവർ പറഞ്ഞു അവർ വർഗീയവാദികളൊന്നുമല്ല. പക്ഷേ വർഗീയവാദികളെക്കാൾ അവരെ നിങ്ങൾ പേടിക്കണം. ശരീരത്തെ നഷ്ടപ്പെടുമെന്ന പേടിയല്ല. അവർ 2 സംവിധാനങ്ങൾ സൈലന്റ് റവല്യൂഷനായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 നിശബ്ദ വിപ്ലവങ്ങൾ. ഒന്ന് ട്രെൻഡാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. മലബാറിലെ 10,000-കണക്കിന് മക്കൾക്ക് വിദ്യാഭ്യാസ പുരോഗതി നൽകുന്നു. 300 കുട്ടികൾ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ IAS-ന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവൂ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ലളിതവൽക്കരിച്ച് പറയുകയാണ്. ഇന്ത്യയിൽ ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല, ഭരണ സംവിധാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥമാണ്, ബ്യൂറോക്രാറ്റുകളാണ്, ജില്ലാ കളക്ടർമാരാണ്. അല്ലേ? IAS-ന് വേണ്ടി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പഠിച്ചുകൊണ്ടിരിക്കുക 300 കുട്ടികൾ. ഞാൻ അതിന്റെ 4 ക്യാമ്പിലും പങ്കെടുത്ത ഒരാളെന്ന് എനിക്ക് പറയട്ടെ അഭിമാനത്തോടെ. ഇസ്ലാമിക ചിന്താഗതിയുടെ ബേസിൽ നിന്നുകൊണ്ട് ഈമാനും തഖ്വയും ഉണ്ടായിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആകാശത്തെ തേടിപ്പിടിക്കുകയാണ് അവർ. ഇൻഷാ അല്ലാഹ് 10 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ 300 കുട്ടികളൊന്നും ജില്ലാ കളക്ടർ ആകുമെന്ന വ്യാമോഹമൊന്നുമില്ല. 200 അതും വ്യാമോഹമാണ്. 100 വേണ്ട, 50 വേണ്ട, 25 വേണ്ട, 10 വേണ്ട, 5 ആളെങ്കിലും 300-ൽ നിന്ന് 5 ആളുകളെങ്കിലും IAS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസ് എക്സാമിൽ വിജയിക്കുകയും റാങ്ക് ലിസ്റ്റിൽ അവർ ആദ്യ 10 വാർഡിൽ വരികയും ചെയ്താൽ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തെ ജില്ലയിൽ ജില്ലാ കളക്ടറായിരിക്കുന്നത് SKSSന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ പറയൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നദ്വത്തുൽ മുജാഹിദിന്റെ ISM ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മടവൂർ വിഭാഗത്തിന്റെ ISM ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലജ്നത്തുൽ സുബ്ഹാൻ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന ഫെഡറേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി യുവജന സംഘത്തിനോ SSFനോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വേദിയിൽ വെച്ച് ഞാൻ ഗീർവാണം നടത്തുകയല്ല. നവമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. അന്വേഷിക്കൂ, ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ?
3 കലക്ടർമാരെ കേരളത്തിന് ഇതിനകം സമ്മാനിച്ചു. ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം നമ്മൾ ഫ്ലക്സ് ബോർഡ് അടിച്ച് പെരുമ്പറ കൊട്ടിയിട്ടില്ല, നമ്മളത് പത്രത്തിൽ പ്രസ്താവന ഇറക്കിയില്ല. മസ്കറ്റ് സുന്നി സെന്ററിന്റെ സാമ്പത്തിക സഹായത്തോടെ 3 കുട്ടികൾ പഠിച്ചു വളർന്നു. ഡൽഹിയിലെത്തുന്നത് വരെയുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. എന്നിട്ട് അവരിന്ന് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ജില്ലാ കളക്ടറാണ് മുഹമ്മദ് ജാഫർ. കോഴിക്കോട്ട് മുക്കം ഓർഫനേജിൽ പഠിച്ച അനാഥ ബാലനാണ് ഇന്നൊരു പ്രദേശത്തിന്റെ ജില്ലാ കളക്ടറായിരിക്കുന്നത്. അറിയുമോ നിങ്ങൾക്ക്? SP വന്ന് സല്യൂട്ട് അടിക്കുന്നത് ആരുടെ മുന്നിലാണെന്നറിയോ? അനാഥബാലനായി വാപ്പായുടെ പിതാവിന്റെ സ്നേഹമില്ലാതെ വളർന്നൊരു അനാഥബാലന SKSകാരന. കർണാടകയിലെ ഒരു ജില്ലാ കലക്ടർ മുഹമ്മദ് ഷമീർ, നമ്മുടെ കല്യാണവുമായി ബന്ധമുള്ളവരായി 3 പേരും. അവർ ജില്ലാ കലക്ടർ, അവർ സബ് കലക്ടർ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമേ. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ആളുകളെ പ്രശ്നമുണ്ടാക്കാനാണ്, ബുദ്ധിമുട്ടുണ്ടാക്കാനാണ്. അങ്ങനെയല്ല. ദേശമംഗലം മേഖലയിലും നമ്മുടെ ജില്ലയിലും വലിയ പരിശ്രമങ്ങൾ ഫ്രണ്ടിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. RSSകാർ പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇബാദത്ത് എന്ന് പറയുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റഡ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പബ്ലിക്കായി അങ്ങനെ പറയാൻ പറ്റിയ ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയുമോ 1300-ലധികം വരുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു വന്നു. കർമ്മത്തിൽ പറയേണ്ടത് നമ്മളായിരിക്കും. അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾക്കറിയോ, കേരളത്തിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ സംഗീത സംവിധായകൻ, അരിപ്പാട്ടുകാരൻ, കവി, ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ആ മനുഷ്യൻ പോലും അല്ലാഹുവിന്റെ കൈവല്യ മുസ്ലിമായി. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഔട്ട് ചെയ്യരുത്, പുറത്തിടരുത്. ഒരു പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ 2ാമത്തെ തവണയോട് പറയുന്നത് ഈ പ്രദേശത്തെ SKSന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അത് തിരിച്ചറിഞ്ഞപ്പോൾ മാതൃഭൂമി അദ്ദേഹത്തെ കുറിച്ച് ഒരു ചരിത്ര ലേഖനം ഒരു 4 മാസത്തിനുള്ളിൽ എന്നെ ഓർമ്മ ഇറക്കി. നല്ല ഫോട്ടോക്കെ വാരികരിച്ചിട്ട് അയാളിപ്പോ ഹൈലി പ്രൊട്ടക്ഷൻ ഇല്ല, വീട്ടുകാരുടെ ഒരു തടങ്കിൽ എന്ന പോലെ കഴിയുക. പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആൾക്കാരൊപ്പം സഞ്ചരിക്കുക. ഇയാൾ എപ്പോഴും വഴി പോകും. അയാൾ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്കൊന്നും തിരിക്കാറുണ്ടെന്ന്. കൈതറപ്പോളം എന്ന് പറയുന്ന ഒരു നമ്പൂതിരി തറവാട് വളർന്ന ആളാ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതിൽ കൃത്യമായി മനസ്സിലാക്കിയാല് അതാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു കർമ്മപ്പത്തി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇന്ത്യയിൽ ഒട്ടാകെ തുടങ്ങി. നിങ്ങൾക്ക് അതിന്റെ ഐഡിയ അറിയോ? സത്യത്തിൽ അവർക്ക് മുസ്ലിങ്ങളൊന്നും ഹിന്ദുവിലേക്ക് പോകില്ല എന്നാണ് കൃത്യമായിട്ട് അറിയാം. ക്രിസ്ത്യാനികൾ പറഞ്ഞ് വിരോധിച്ചൊക്കെ പോയിക്കോളും. പിന്നെ എന്തിനാണെന്നറിയോ? നമ്മുടെ ആളുകൾ ബഹളം ഉണ്ടാക്കുക. നമ്മളെപ്പോഴും വയലൻസ് ഉള്ള ആൾക്കാരാണ്, എപ്പോഴും വൈകാരികമായി പ്രതികരിക്കും. ഇതിലെന്താണോ വന്നാൽ നോക്കിക്കൊണ്ട് നമ്മളൊന്ന് അടങ്ങിയിട്ടുണ്ട്. തെറ്റിങ്ങാന വിവാദം ഉണ്ടാകും. നമ്മൾ മൈക്കെടുത്ത് ഇളങ്ങില്ലേ? ഈ പ്രശ്നത്തിൽ നമ്മൾ ഇളകാത്തത് നമുക്കറിയോ? നമ്മുടെ നേതൃത്വം പറഞ്ഞു പ്രതികരിക്കേണ്ട. എന്തിനാണെന്നറിയോ? പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധം ഉണ്ടായപ്പോ കേന്ദ്രത്തിന് നിരോധിക്കണം. മത പരിവർത്തനം നിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. നിരോധിച്ചാൽ അവർക്കെല്ലാം അർത്ഥം നമുക്ക് ഒരാൾ മുസ്ലിമായാൽ ക്രിമിനൽ കുറ്റമായി കേസെടുക്കാൻ പറ്റും. നിരോധിച്ചൊരു തെറ്റ് ചെയ്യുന്നതിന്റെ പേര്. അതിനു വേണ്ടിയാണ് ബഹളം. നമ്മളതാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ചിലരുടെ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് പ്രതികരിക്കേണ്ട. കാരണം ഈമാനില്ലാത്തവൻ പൈസക്ക് വേണ്ടി കുഫ്രിയത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രസക്തിക്ക് നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ പോയി പറയട്ടെ. പക്ഷേ നമുക്ക് ഉറപ്പുണ്ട് നമ്മൾ ഓർക്കുണ്ടാവില്ല. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ എന്റെ സുഹൃത്ത് സലാമുണ്ട്. അദ്ദേഹത്തിന്റെ മൊബൈൽ വാട്സപ്പിൽ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. കേൾപ്പിക്കാൻ സമയമില്ല, കേട്ടങ്ങൾ തരിച്ചു പോകും. ഒരു കണ്ണൂരിൽ നിന്നൊരു കുട്ടി ഒരാൾ വിളിച്ചു വയ്ക്കുക. ഹിന്ദു ജാഗ്രത് മഞ്ചിന്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് വിളിക്കുന്ന ഒരു ക്ലിപ്പാണ്. അവരെ ഹിന്ദു ഹെൽപ്പ് ലൈൻ ഉണ്ട്, കേൾക്കണമെങ്കിൽ സമയത്തിന് കുറവുണ്ട്. അതിലായാലും വിളിച്ചേക്കുന്നത് പറയണം. മുസ്ലിം ആയാൽ കുട്ടി ഭയങ്കര ബുദ്ധിയോട്, കുട്ടിയല്ല ചെറുപ്പക്കാരൻ ബുദ്ധിയോട് ചോദിക്കുക. 5 ലക്ഷം ഓഫറാണ് കിട്ടിയത്, 5 ലക്ഷം ഓഫർ. അപ്പൊ ചോദിച്ചു ക്രിസ്ത്യാനികൾക്കോ? അത് 2 ലക്ഷം ഉള്ളൂ. എന്തെങ്കിലും ഒരു വിഭാഗീയത? ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ പിടിച്ചിരുത്താനുള്ള തന്ത്രം. പിന്നെ അവൻ രസകരമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതിന് അടിസ്ഥാനപരമായി വർത്തിച്ചത് ഇവിടുത്തെ മറ്റൊരു സംഘടനയും കാരണമില്ല. ഒരു കുറ്റവാളി തിരിച്ചു പറഞ്ഞാൽ അവരത് കൃത്യമായി മനസ്സിലാക്കി. ഞാൻ 4 മാസം മുമ്പ് പ്രസംഗിച്ചു ആലുവയിലെ ഈ RSSന്റെ പരിപാടി കഴിഞ്ഞു. ആലുവത്ത് ഇവിടെ നിസ്സാര സംഘടനയല്ല. ഇന്ത്യയിലെ പോലും
ശ്രദ്ധിക്കപ്പെടാൻ മാത്രം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗം. ഇതൊന്നും പൈസ കൊടുത്തിട്ടല്ല കേട്ടോ, പേടിപ്പിച്ചിട്ടുമല്ല. ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വരിക. അത് നമ്മുടെ സംഘടനയുണ്ട് ഇബാദത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സഹചാരി 42 ലക്ഷം രൂപയാണ് ഈ കൊല്ലം സഹചാരിയുടെ ഫണ്ടിൽ വന്നത്. അല്ലെന്തോ വിദ്യാർത്ഥി വിതരണ പ്രസ്ഥാനമാണ്. ഫണ്ടിങ് ഏജൻസി ഇല്ല. ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഫണ്ട് വരാൻ ഒരില്ല. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങളുടെ പള്ളിയുടെ മുന്നിൽ പത്തീരുത്താതെ എഴുന്നേറ്റ് നിന്ന് നിരാലംബനായ ആളുകൾക്ക് നിങ്ങളുടെ കുട്ടികൾ നൽകണേ എന്ന് പ്രസംഗിച്ചതിന്റെ സഫലമായി 45 ലക്ഷം രൂപയാണ് സഹചാരിയുടെ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. കൃത്യമായ വിവരത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് കൂടുമ്പോ കണക്ക് അവതരിപ്പിച്ച കണക്കുമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. 4 ലക്ഷം രൂപയാണ് ഒരു മാസം കേരളത്തിന്റെ സംസ്ഥാനത്ത് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ISMന് കഴിഞ്ഞിട്ടില്ല, സോളിഡാരിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല, SSFന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിച്ചു തന്നെ പറയുകയാണ്. ഒരു വിദ്യാർത്ഥി വിതരണ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രമാണ്. 50-ൽ താഴെ ആംബുലൻസുകൾ കേരളത്തിന്റെ നഗരവീതികളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 2 എണ്ണം ഉണ്ട്, അല്ല 3 എണ്ണം നമ്മുടെ ജില്ലയിൽ ഓടുന്നുണ്ട്. തിരുവനന്തപുരത്ത് 6 ആംബുലൻസുകളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴയിൽ 2 എണ്ണം ഓടുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 1 എണ്ണമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 എണ്ണമുണ്ട്. കണ്ണൂരിൽ 3 എണ്ണമുണ്ട്. മെഡിസിറ്റി എന്ന് പറയുന്നത് വലിയ കെട്ടിടം തന്നെ SKSFന്റെ കണ്ണൂർ ജില്ല സഹചാരിയുടെ കീഴിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ 5 എണ്ണമുണ്ട്. വരാൻ പറയുന്നത് 5 എണ്ണം ഉണ്ടെന്ന് ഞാനിവിടെ കണ്ടിട്ടില്ല. അതിൽ നമ്മുടെ ചെറുതൊക്കെ കൂട്ടിണ്ടാവില്ലേ മനസ്സിലാവുന്ന ഇങ്ങനെ. അത് വലിയ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് വിഭാഗങ്ങൾ ഞാൻ പറയുന്നതാണ്. മനീഷാവിന് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നിസായുടെ 25,000 വളണ്ടിയർമാരാണ് തൃശൂർ റൗണ്ടിൽ റാലി നടത്തുന്നത്. നമ്മളൊന്നും റാലി പങ്കെടുക്കേണ്ട കാര്യമില്ല. 25,000 വളണ്ടിയർമാർ കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് ചിട്ടയായ ചടുലമായ വേഗത്തോടെ അവർ പുതിയ മാതൃക കേരളത്തിന്റെ സമ്മേളന ചരിത്രത്തിൽ, റാലികളുടെ ചരിത്രത്തിൽ പൊതുസമൂഹം പോലും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു റാലി വെറുതെ കീഴ്വാണ പ്രസംഗം നടത്തിയല്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ സംവിധാനം ചെയ്തത്. അതിന്റെ സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ അനുവദിച്ച 15 മിനിറ്റ് ഓവറിലാകുന്നത്. അതുകൊണ്ട് മുമ്പനിങ്ങളെ നമ്മുടെ മാർഗം പിഴച്ചിട്ടില്ല. നമ്മുടെ നിങ്ങളുടെ മഹലികളൊക്കെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ ഇവിടെ അതും വേണ്ട നിങ്ങൾ പറയരുത്. അതും വേണ്ട എന്ന് പറയുമ്പോൾ ഇവരെന്തായാലും ഇടയിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ടാവും പല സംഘടനയായിട്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും SKS പ്രവർത്തിച്ച് പരാതി വരികയാണെങ്കിൽ നിങ്ങൾ ജില്ലാ കമ്മിറ്റി അറിയിക്കുക, മേഖലാ കമ്മിറ്റി അറിയിക്കുക. നിങ്ങളുടെ മഹലിനെതിരായി അവരൊന്നും പ്രവർത്തിക്കില്ല. മഹലിന്റെ നീക്കങ്ങൾക്കെതിരായി അവരൊന്നും ചെയ്യില്ല. അവർക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെട്ട് നടത്തിയാൽ അവരെ തിരിച്ചുവിടാനുള്ള ഘടകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മഹലിന്റെ ദീനീയത്വത്തിന് വേണ്ടിയുള്ള, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള, വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള എല്ലാ പുരോഗതിയും നിങ്ങൾക്ക് താങ്ങുന്നതായിട്ട് SKSFന്റെ മക്കളുണ്ട്. അവരൊരിക്കലും നിങ്ങളുടെ മദ്രസയിൽ സൗകര്യം വെക്കില്ല. അവരൊരിക്കലും നിങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ ഒരു ബഹളത്തിനുണ്ടാകില്ല. അവർ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ. അതുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മക്കളെ വിളിച്ച് പറയണം, SKSFന്റെ യൂണിറ്റ് ഉണ്ടാക്കും മക്കളെ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. നിങ്ങൾ ആരെങ്കിലും പയർന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഓർച്ചാനം പാടാൻ വേണ്ടിയിട്ട് വേണ്ട അതും വേണ്ട ഇതും വേണ്ടെന്ന് എന്റെ അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടി ഓർച്ചു പിടിക്കുന്നുവെങ്കിൽ കാത്തിരുന്നു കൊള്ളുക. നിങ്ങൾ ആരെയാണോ ഭയപ്പെട്ടത് അവർ നിങ്ങളുടെ അധികാരത്തിന്റെ സിംഹാസനങ്ങൾ വലിച്ചെറിയുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് അയ്യരുകയും അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഞാനിത് വെറുതെ പറയില്ല. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ആ അർത്ഥത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചാൽ ജമാഅത്തുകാരനും മുജാഹിദുമാണ് ആ വഴികളിലൂടെ കയറി വരിക. അവരുടെ പ്രവർത്തനങ്ങൾ സഫലമായി നടക്കുന്ന നമ്മുടെ മഹല്ലുകളിൽ നമ്മൾ രണ്ടും പ്രവർത്തിക്കേണ്ട അതുകൊണ്ട് നിർത്തിയിരിക്കുക. അവിടെയാണ് ജമാഅത്തുകാരൻ കയറി വരുന്നത്, അവിടെയാണ് മുജാഹിദ് കയറി വരുന്നത്. അവർ സ്റ്റഡി ക്ലാസ് നടത്തുന്നു, സർക്കുലറുകൾ നടത്തുന്നു. നിങ്ങളെ കേസ് ഉണ്ടാക്കാൻ സമ്മതം കൊടുക്കൂ. അവിടെ ഉള്ളവർ അതിന് പ്രവർത്തിക്കാൻ പ്രോത്സാഹനം നൽകൂ. എന്തെങ്കിലും പരാതി ഏതെങ്കിലും യൂണിറ്റിനെ കുറിച്ച് നിങ്ങളുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മേഖലാ കമ്മിറ്റിയുണ്ട്, ക്ലസ്റ്റർ കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്. അവരിടപെടും, വേണമെങ്കിൽ പിരിച്ചുവിടും. മഹലിനെതിരായി ചെയ്യില്ല. അതുകൊണ്ട്
ബിൽവസൂരിയുടെ മഹാസമ്മേളനത്തിന് നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ സംവിധാനങ്ങളും പ്രചരണങ്ങളും ഒരുക്കണം. ഇന്ന് തന്നെ തിരിച്ചുപോയി ഇതൊരു ആവേശമായി ഏറ്റുവാങ്ങി ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ വചനപ്പുറത്തിന്റെ താഴെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വചനം എഴുതിയിട്ട് അള്ളാഹു അബൂബക്കറിന്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അമല് നമുക്ക് കുറവാ, ഇബാദത്ത് നമുക്ക് കുറവാ, നന്മകൾ കുറവാ, പാപങ്ങൾ നമ്മുടെ മുന്നിൽ കൂടുതൽ. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ പിടിച്ച പതാക അറബിക്കടലിന്റെ അലമാരകളെ സാക്ഷി നിർത്തി പുതിയ നാടി കിടപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ പുതുവായിരുന്നതാണ് മുല്ലക്കോയത്തങ്ങള് നിറഞ്ഞ വിശ്വസ ചുണ്ടുകളോട് കൈകളുയർത്തി 40 പണ്ഡിതന്മാര് പിന്നങ്ങൾ തിരുവാറിട്ടുണ്ട്. അല്ലാഹുവേ, സമസ്തയുടെ പ്രസിഡന്റായി ഇവരെന്നെ ആക്കിറപ്പ് ആരാളിന്റെ വഴികളിൽ സഹായിക്കുന്നത് അവരെ നീ സഹായിക്കണേ. ഈ പതാകയുണ്ടല്ലോ, അന്ന് പതാക പിടിച്ചിട്ടല്ല പറഞ്ഞത്, പതാക അധികാരത്തിന്റെ അടയാളമാണ്. ഈ പതാക പടച്ചവനെ നാളെ ഖിയാമത്ത് നാളിൽ സയ്യിദ് മഹ്ദി ഇമാമിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയുടെ കയ്യിൽ എത്തിക്കണേ എന്ന് മഹാനായ ഒരു വലിയ ദുആ ചെയ്ത് പ്രാർത്ഥിച്ചേൽപ്പിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. റഈസ് മുഹദ്ദിഖിനെ പോലെ തഖ്വയുടെ ആൾരൂപങ്ങൾ നേതൃത്വം നൽകിയ കണ്ണീർ മഹാനായ ശംസുൽ ഉലമയെ പോലെ സൂര്യ തേജസ്സുകൾ ജനറൽ സെക്രട്ടറിയായ മഹാനായ കെ.ടി. മാനമുസ്ലിയാരെ പോലെ ഹിമഗണത്തിന്റെ വിശുദ്ധി നേതൃത്വം നൽകിയ ദേശമംഗലത്ത് പറയുമ്പോൾ മറക്കാത്ത നാമധേയമാണ് നാട്ടികാവി മുസ്ലിയാരെ പോലെയുള്ള സമസ്തയുടെ നാവുകൾ നേതൃത്വം നൽകിയ മഹാനായ കാളമ്പാടി ഉസ്താദ് നേതൃത്വം നൽകിയ. അവസാനിപ്പിക്കട്ടെ ഞാൻ ആ ഒരു പാരമ്പര്യത്തിന്റെ മനോഹരിത അവകാശപ്പെടാൻ കഴിയുന്നത് നമ്മുടെ കയ്യിൽ മാത്രമാണ്. ഏത് പാരമ്പര്യം? കുട്ടികൾ മരിച്ചിട്ട് ഉരുക്ക് മനുഷ്യനായ കാളമ്പാടി വീട്ടിൽ വിശ്രമിക്കുകയാണ്, മയ്യത്ത് മലപ്പുറത്ത് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഷാർജായി പറഞ്ഞപ്പോ സദസ്സ് മുഴുവൻ പൊട്ടിക്കരങ്ങൾ ചെയ്യുന്നപ്പോഴുള്ളവർക്കറിയാം. കണ്ണീർ മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ പോർ. അപ്പോഴാണ് കഥ പറഞ്ഞോടുന്ന കടലിന്റെ പുറയുടെ ധീരത്തെ സ്നേഹവസന്തത്തിന്റെ ഭൂമരത്തടലായ പോണക്കാട്ട കുഴപ്പല പൂക്കോയാന്റെ മുത്തവൻ മുഹമ്മദ് വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. കാളമ്പാടി ഉസ്താദ് എണീറ്റിട്ട് കൈ പിടിച്ചു. ആ കണ്ണുകൾ അപ്പോൾ നനഞ്ഞു. കുട്ടികൾ മരിച്ചിട്ട് മനുഷ്യൻ കരയില്ല. എങ്ങനെ മരിച്ചെന്നറിയോ? ആക്സിഡന്റില് 2 പെൺകുട്ടികള് ഒരേ സ്പോട്ടിൽ മരിച്ചു. ആളുകൾ നടന്നിട്ടുണ്ടാവട്ടെ. അപ്പോഴൊക്കെ ചാരി കിടന്നിങ്ങനെ ഇരിക്കാൻ ദിക്ർ ചൊല്ലിക്കിടക്കാൻ അവിടുന്ന് പറഞ്ഞത് ഇതൊക്കെ മിനല്ലാഹിയ, ഒക്കെ ഇലല്ലാഹിയ, ഒക്കെ അല്ലാഹ് വിട്ടുപോയി. പക്ഷേ മുഹമ്മദ് അലി ശിഹാബ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ, യോഗാതനായി ഇറങ്ങി വരുന്നത് കണ്ടപ്പോ കാളമ്പാടി എഴുന്നേറ്റ് കൈ പിടിച്ചു. കാളമ്പാടി ഉസ്താദിന്റെ കണ്ണറഞ്ഞൊഴുകി. എന്നിട്ട് ചോദിച്ചു, തങ്ങളെ വിഷമമായോ? തങ്ങളെ ഒരു വണ്ടി പോലും ഇറങ്ങി തരാത്ത വെട്ടുവഴിയുടെ ഉള്ളിലാണ് കാളമ്പാടി ഉസ്താദിന്റെ വീട്. തങ്ങളൊന്ന് പുഞ്ചിരിച്ചോടെയിരുന്നു. അപ്പോഴാണ് ഒരു മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു വരുന്നത്. 18 വയസ്സായ പെൺകുട്ടിയുടെ മയ്യത്ത് വീടിന്റെ ഉള്ളിൽ വന്നപ്പോ ആർത്തനാഥ ഉയർന്നപ്പോ കാളമ്പാടി ഉസ്താദ് കരുതില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഫാത്തിഹ ചെയ്തു. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ അപ്പോഴാണ് കാളമ്പാടി ഒന്ന് ഇരുത്തിപ്പോയത്. അപ്പൊ പറഞ്ഞു, തങ്ങളെ ഒരാളല്ലേ വന്നിട്ടുള്ളൂ, തങ്ങളെ ഒരാളല്ലേ വന്നിട്ടുള്ളൂ, തങ്ങളെ ഒരാളും കൂടി വരാനുണ്ടല്ലോ, തങ്ങളെ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്നിരുന്നാൽ രണ്ടാമത്തെ മകളെയും നിങ്ങൾ തന്നെ യാത്രയാക്കണേ തങ്ങളെ. സിഹാബങ്ങൾ ഇരുന്നു പോയി. ആ മനുഷ്യന്റെ തിരക്കറിയുന്ന കാളമ്പാടി ഉസ്താദ് സിഹാബങ്ങൾ അവിടെ തന്നെ ഇരുന്നപ്പോഴാണ് ചുണ്ടൊന്നും ഇരുത്തിപ്പോയത്. എല്ലാവരും നിങ്ങളെയും നിങ്ങൾ നേതൃത്വക്കാരാക്കരുത്. ഇല്ല അലാലും ഒരാളിനെ ഒഴികെ എതിർക്കും മിനൽ ഹംസീൽ 5 നിന്ന് 5ലേക്ക് നിങ്ങൾ അവർ നയിക്കും. സംശയത്തിൽ നിന്ന് യഖീനിലേക്ക് നയിക്കുന്നവരാണ് ആ പണ്ഡിതന്മാർ. ബാക്കി 4 ഞാനുള്ള പറയുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളിൽ യഖീനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആ രാജമാർഗത്തിൽ നമ്മളെ നിരത്തുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജനലക്ഷങ്ങളുടെ മഹാസംഗമ വേദി ഒരു പേമാരി പോലെ ഒഴുകിയെത്തുമ്പോ, തൃശ്ശൂർ നഗരം ഉൾപ്പെടുത്തുമ്പോ ഈ മേഖലയിൽ നിന്നുള്ള നമ്മൾ ഒരു തുള്ളിയായി കിടന്നു വരണം സമർക്കന്തിലേക്ക്. നമുക്കവിടെ കാണാം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന സമ്മേളനം
പ്രവർത്തനത്തിന്റെ ഭാഗമാകാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ വിഷയാവതരണം ഈ വിഷയം മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയും